ഇന്ന് രാത്രി നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി മത്തിക്കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മത്തി വറുത്തതാണ് കേട്ടുള്ളത്. കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വാളൻ പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായി കുതിർന്ന് ഇട്ടട്ടെ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കവറോട് കൂടി ഒഴിക്കുന്ന കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുള്ള ബാക്കി വെളിച്ചെണ്ണയാണ്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇഞ്ചി പീസ് ഇതുപോലെ ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 15 അല്ലി ചെറിയ ഉള്ളിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വലിയ സംഭവം നല്ലട്ടോ ഈ ഒരു മത്തിക്കറി. ഞാനിവിടെ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പക്ഷെ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ്. നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളെ കപ്പേന്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കിലോ നമ്മളെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണിനടുത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മളെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കൂടെ തന്നെ നമ്മൾ ഈ ഒരു മത്തിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മളെ ഈ ഒരു ഉലുവപ്പൊടിയാണ് കേട്ടോ. അത് നമുക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മളൊരു കയ്യളവാണ് കേട്ടോ. അപ്പൊ അത് ഒരു 1/4 ടീസ്പൂണൊക്കെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് കയ്പ്പ് രുചിയൊക്കെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണിനടുത്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവില് മാറ്റം വരുത്താം. ഒരു നുള്ള് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിന്റെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്ന പോലെ ഒന്നൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മൾ ഈ ഇഞ്ചിയും നമ്മളെ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ആ ഒരു പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിതുവരെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോസ് സ്മെല്ലൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ ഞാനൊരു 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളത്തിലൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ ഇത്ര വെള്ളം മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ നന്നായിട്ട് കറി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്തെടുക്കാം. അപ്പൊ നല്ല വലിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളത്. 1-2 കഷ്ണമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ കറിയൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രപ്പരുവാവാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കവറിലുള്ളത് തന്നെ അത് ഊറ്റി ഒഴിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. ഇത്രയും മതി.
ഇനി നമുക്ക് ഈ ഒരു കറി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കപ്പയുടെ കൂടിയും ചോറിന്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊന്നും ഒരിക്കലും പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു കറി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു വെള്ളമുള്ള പോലെ തോന്നും, പക്ഷേ അത് ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയും. പിന്നെ ഈ ചട്ടിയിലൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി വന്നുകൊണ്ട് നല്ല കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.